രാവിലെ തന്നെ കുറച്ച് വൈറ്റമിൻ ഡി ആവാഹിക്കാം. ഈ ഇളം വെയിൽ കൊള്ളുന്നത് പിള്ളേർക്ക് അടിപൊളിയാന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം അങ്ങനെ പലതും പറയും. വെയിലിന്റെ ഒപ്പം തണുപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാനും അമ്മയും രാവിലെ തന്നെ വെറുതെ അടിയായി. ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്കിയതാ, ചീറ്റിപ്പോയി. എന്നും യുവിക്ക് കുറച്ചു നേരം ഗ്രാൻഡ് പേരൻസ് ടൈമാണ്. വിഷ്ണുവിന്റെ അച്ഛനെ അമ്മേനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം. ഈ സമയം സത്യം പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ്സാണ്. എന്നെ അങ്ങനെ നന്നാക്കാം എന്ന കോഴ്സാണ് വിഷ്ണു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് സ്റ്റിൽ അതിൽ ഹോപ്പുണ്ട് അത്ര. ഈ കൊല്ലത്തെ സമ്മർ ഡേ ഏകദേശം തീരാനായി. തണുപ്പ് തുടങ്ങി. ആപ്പിളും പേറും ഗ്രേപ്സും ഒക്കെ ഏകദേശം തീർന്നു തുടങ്ങി. അല്ല, കഴിഞ്ഞ കൊല്ലത്തെ പോലെ നമുക്ക് ഗ്രേപ്സ് വെച്ചൊരു വൈൻ ഇട്ടാലോ? കഴിഞ്ഞ കൊല്ലത്തെ വൈൻ കുറച്ച് ചീറ്റിപ്പോയി, പക്ഷെ ഇക്കൊല്ലം നമ്മൾ പൊളിക്കും. ഇന്ന് നമുക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ചെറിയൊരു ഓണം ഷോപ്പിംഗ്, കുറച്ച് ഓണക്കോടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു കൊടുക്കാം. ഇതൊക്കെയല്ലേ നമുക്ക് ജീവിതത്തിലൊരു രസം. ഞാൻ പുതിയതായി വാങ്ങിയ വാട്ടർ ബോട്ടിൽ എങ്ങനെയുണ്ടെന്ന് ഒരു കയ്യകലം ദൂരം ഒന്ന് ചോദിച്ചതാണ്. ഒത്തില്ല. ഇന്നത്തെ പ്രഭാത ഭക്ഷണം പത്തിരിയും കൂന്തൽ കറിയും. ആഹാ, അന്തസ്. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ചുമ്മാ തട്ടിത്തിരിഞ്ഞു നിന്ന് കുറേ സമയം പോയി. ബാക്കി സമയം ഞാനും അമ്മയും കൂടെ ഈ ഡ്രസ്സ് നോക്കിയും കളയും. അങ്ങനെ അച്ഛന്റെയും വിഷ്ണുവിന്റെയും ക്ഷമണ നെല്ലിപ്പലക കാണുന്നത് വരെ നമ്മൾ ഈ കളി കളിക്കും. പിന്നെ അവസാനം ഒരു പൊട്ടിത്തെറിയിൽ നമ്മൾ ഇറങ്ങും. ഇതൊക്കെ സ്ഥിരം. കിട്ടി. ഇതൊക്കെയാണ് പ്ലീസ് എന്നെ ഒന്ന് ഇടൂന്ന് പറഞ്ഞ മാടി വിളിച്ച 3 ഡ്രസ്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതാണ് യുവിയുടെ ഔട്ട്ഫിറ്റ്. മിഫി പ്രിൻസുള്ള ഒരു വൺസി. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ? ഈ പിള്ളേരുടെ ഡ്രസ്സിന്റെ സൈസൊക്കെ എത്ര പെട്ടെന്നാ മാറുന്നതല്ലേ. ജനിച്ച 1 മാസം കഴിഞ്ഞപ്പോക്ക് ജനിച്ച സൈസിനെക്കാളും 2 സൈസ് വലുതായി ഇവൻ. അങ്ങനെ ക്യൂട്ടായ കുപ്പായോട്ട് ക്യൂട്ടപ്പൻ യുവി ഈസ് റെഡി. ആഹാ, അമ്മമ്മ റെഡിയായല്ലോ. വിഷ്ണു പിന്നെ പണ്ടേ റെഡിയാ. പിന്നെ ഞാനും കൂടെ റെഡിയായ നമുക്ക് ഇറങ്ങാം. ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് പുറത്തു പോകുന്നത്. അതിന്റെ ഒരു ഉത്സാഹ കൂടുതൽ എനിക്കുണ്ട്. എന്നാ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം.